നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കിന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും നിങ്ങളുടെ ജീവിത പുരോഗതിയിലേക്ക് എങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്ന് അറിയാനും അതുപോലെ നിങ്ങളുടെ സാമ്പത്തികമായാലും കരിയർ ആയാലും ഫിനാൻഷ്യൽ ആയാലുമുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ ക്ലാരിറ്റിയോടുകൂടി എടുക്കുന്ന റീഡിങ്സ് ആണ്. കൂടാതെ നിങ്ങളുടെ ഇപ്പോഴത്തെ കറൻറ്റ് സമയം, ഫ്യൂച്ചർ, അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റ് കർമ്മ ബേസിൽ എന്തെങ്കിലും കാര്യങ്ങൾ, ഇതെല്ലാം നമ്മളിതിൽ കണക്റ്റ് ചെയ്ത് എനർജിയെ പ്രാർത്ഥിച്ചെടുത്താണ് റീഡിങ്സ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് തന്നെയായിരിക്കും നിങ്ങൾക്ക് റീഡിങ്സ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ റീഡിങ്സിൽ നിന്നും പോസിറ്റീവ് ആകുന്ന ഒരു ഗൈഡൻസോ ഇൻഫർമേഷൻസോ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ ഉണ്ടായിരിക്കണം. ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്ത് തന്നെ നിങ്ങൾ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ളൊരു ഇൻഫർമേഷൻസ് ഗൈഡൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളുടെ ലൈഫിൽ നമ്മൾക്ക് എപ്പോഴൊക്കെ പുരോഗതി ഉണ്ടാകുന്നു, നമ്മുടെ ജീവിതം മാറി മറിയുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലൊരു ഉയർച്ചയിലേക്ക് എത്തുമ്പോഴാണ്. അതായത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും കരിയർ പരമായിട്ടാണെങ്കിലും മാനസികപരമായിട്ടാണെങ്കിലും നമുക്ക് നല്ലൊരു ടോപ്പ് എനർജിയിൽ നിൽക്കാൻ എപ്പോഴൊക്കെ സാധിക്കുന്നുവോ അപ്പോഴൊക്കെ മാത്രമാണ് പോസിറ്റീവാകുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരികയുള്ളൂ. നമ്മളെപ്പോഴും ഒരു ഡൗൺ എനർജിയിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡാർക്ക് സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്, നെഗറ്റീവ് തോട്ട്സുകളെ മാത്രമാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുന്നുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചുറ്റും എപ്പോഴും മോശമാകുന്ന പൈശാചികമാകുന്ന എനർജികളുടെ പ്രസൻസ് മാത്രമേ ഉണ്ടാകുള്ളൂ. നിങ്ങളിലേക്ക് വരുന്ന വ്യക്തികളായാലും സാഹചര്യങ്ങളായാലും എല്ലാം കുറച്ചും കൂടി നിങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളെപ്പോഴും പവർഫുള്ളായൊരു വ്യക്തിയാണെന്നും നിങ്ങൾ സക്സസ് ആണെന്നും നിങ്ങളെപ്പോഴും പോസിറ്റീവായിട്ട് കാം ആൻഡ് ക്വയറ്റ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തിയാണെന്നും സ്വയം നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങളെപ്പോഴും നിങ്ങൾ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കണം. ഡിവൈൻ ബ്ലെസ്സിങ്സോട് കൂടിയ വ്യക്തിയാണ്, ഡിവൈൻ്റെ പ്രസൻസ് നിങ്ങളിലുണ്ട്, ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ പോസിറ്റീവും ഗുണപ്രദവുമായിരിക്കും, ഞാൻ മറ്റുള്ളവർക്ക് സഹായകരമാകുന്ന രീതിയിൽ മാത്രമായിരിക്കും എൻ്റെ ഓരോ ദിവസത്തെയും നിമിഷത്തെയും ചിന്തകളും പ്രവർത്തികളും, ഞാൻ എപ്പോഴും ശാന്തവും കരുണയുമുള്ള വ്യക്തിയായിരിക്കും, ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഇങ്ങനെയുള്ള ചില അഫർമേഷൻസുകൾ നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യണം. നമ്മളിൽ നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാനും സ്വപ്നങ്ങളെ പൂവണിയിക്കണമെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ മാക്സിമം നിങ്ങൾ പോസിറ്റീവാക്കി വെക്കണം. അതിനകത്തുള്ള ക്ലാവുകളെല്ലാം കളഞ്ഞ് കഴുകി തുടച്ചൊരു കണ്ണാടി പോലെ പവിത്രമാക്കി വെക്കണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം നമ്മുടെ പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ട്രോമാസുകൾ ഉണ്ടാകും. പക്ഷെ അതിനെല്ലാം നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് തുടർന്നുള്ള യാത്രയിലും ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതെല്ലാം ഇതിലേക്ക് കണക്ട് ചെയ്തൊരു വലിയൊരു ഒരു ഭൂകമ്പത്തിന് പാകത്തിനുള്ള ഒരു അവസ്ഥയിലായിരിക്കും നമ്മളുടെ ആ ഒരു എനർജറ്റിക് ആകുന്ന മിറാക്കിൾ ക്രിയേറ്റ് ചെയ്യേണ്ട സബ് കോൺഷ്യസ് മൈൻഡ് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ആ നെഗറ്റീവ് ആകുന്ന എല്ലാത്തിനും എടുത്തു കളയണം. നമ്മൾ ആരെയും ദ്രോഹിക്കുന്ന രീതിയിലുള്ള ചിന്തകൾ, പ്രവർത്തികൾ, മറ്റുള്ളവരെ കളിയാക്കുന്ന തരത്തിൽ ഒരു രീതിയിൽ മറ്റുള്ളവർക്ക് പെയിൻ ഉണ്ടാകുന്ന, മറ്റുള്ള ഈ ഭൂമിയിലെ ചരാചരങ്ങൾക്കൊന്നിനും ഒരു പെയിൻ ഉണ്ടാകുന്നതാകുന്നതും അവരുടെ ജീവിത മാർഗങ്ങൾക്ക് തടസ്സം വരുന്നതുമാകുന്ന ഒരു പ്രവൃത്തിയും ഒരിക്കലും ചെയ്യാൻ പോലും ചിന്തിക്കുക പോലും ചെയ്യില്ല എന്നുള്ള ഒരു നിമിഷത്തിലേക്ക് നിങ്ങൾ എപ്പോൾ കടക്കുന്നുവോ അപ്പം മുതൽ നിങ്ങൾ ദൈവീക പാതയിലേക്കായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതികൾ വന്നു ചേരും. അപ്പം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ടിടുക. സാമ്പത്തികപരമായിട്ടൊരു ഉന്നതി വേണമെങ്കിൽ അഫർമേഷൻസ് ആയിട്ട് അത് എഴുതുക. അതായത് കടം ബാധ്യത ഒന്നും, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നെഗറ്റീവ് വേർഡ്സ് എഴുതരുത്. നിങ്ങൾക്കൊരു മാസം എത്രയാണ് ഏൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ എത്ര രൂപയാണ്, എത്ര ലക്ഷം രൂപയാണ് വേണ്ടത്, അത് ഇന്ന ഡേറ്റിൽ 25-ാം തീയതി 30-ാം തീയതിക്കുള്ളിൽ ഏതെങ്കിലും ഒരു ഡേറ്റിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിയെന്നും നിങ്ങളത് വളരെയധികം പോസിറ്റീവായിട്ട് വിഷ്വലൈസ് ചെയ്ത് തന്നെ അഫർമേഷൻസ് എഴുതണം.
നിങ്ങൾക്കൊരു മാജിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കാണണമെങ്കിൽ, എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ, വാക്കുകൾ, അക്ഷരങ്ങളുടെ ആ ഒരു മാജിക്കിനെ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. പലവട്ടം എഴുതുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും അതിലേക്ക് അഡിക്റ്റഡ് ആകും. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് മനസ്സിലാക്കും, ഞാൻ ഇത്ര രൂപ ഏൺ ചെയ്യുന്ന വ്യക്തിയാണ്, ഞാൻ ഇത്ര പവർഫുള്ളായ വ്യക്തിയാണ്, ഞാൻ അത്രത്തോളം കാമാൻ ക്വയറ്റായ വ്യക്തിയാണ്. ദേഷ്യമെന്ന് പറയുന്നതൊക്കെ നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റപ്പെടും. ഇതെല്ലാം നമ്മളുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന കുറേ എനർജികളാണ്. അതിനെല്ലാം നമ്മൾ എടുത്ത് പുറത്തേക്ക് കളഞ്ഞു കഴിയുമ്പം, പോസിറ്റീവിനെ മാത്രം നിങ്ങളിങ്ങനെ ആഗ്രഹങ്ങളെ മാത്രം അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ബാക്കിയെല്ലാം നിങ്ങളിൽ നിന്ന് പൊയ്ക്കോളും. പിന്നെ റൈറ്റ് ഹീലിംഗ് ചെയ്യുക. നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയവർ, നിങ്ങൾക്ക് ദേഷ്യം തോന്നിയവർ, നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ട്രോമാസുകൾ, ചീറ്റിംഗ് ഒക്കെ ചെയ്തവരെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് അവരോട് ക്ഷമിക്കുന്ന രീതിയിൽ ഒരു സ്റ്റോറി എഴുതും പോലെ എഴുതി നിങ്ങളെന്നും കത്തിച്ച് കളയണം. എന്തായാലും നമുക്കുണ്ടാകും എഴുതാൻ, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അത് എഴുതി കത്തിച്ച് കളയുമ്പോൾ തന്നെ നമുക്ക് പിന്നെ അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സുകൾ വരാതിരിക്കുകയും പോസിറ്റീവാകുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു റീഡറിൽ നിന്നും പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്തുക. കൂടാതെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് തോന്നുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ കൂടെ കൂടിക്കൊള്ളുക. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഏസ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ കുറച്ച് പറഞ്ഞതുപോലെ തന്നെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക, ഫൈറ്റിംഗ് മെൻറ്റാലിറ്റിയിലേക്ക് വരിക. അതായത് ജീവിതത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ വെറുതെ ഒരിടത്ത് ഇരുന്നോ ശപിച്ചോ ഒന്നും ഇരുന്നാൽ നേടിയെടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യണം. എങ്ങനെയാണ് ഫൈറ്റിംഗ് ചെയ്യേണ്ടത്? രാവിലെ ഒരു വാക്കത്തിയായിട്ട് ഇറങ്ങി ഫൈറ്റിംഗ് ചെയ്യാനല്ല പറഞ്ഞത്. ബുദ്ധിപൂർവ്വം ഫൈറ്റിംഗ് ചെയ്യണം, ചിന്തിക്കണം. സക്സസ് നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങൾ അതിനെ വിഷ്വലൈസ് ചെയ്യണം. നിങ്ങൾക്ക് ആരാണ് ആവേണ്ടത് എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളത് സ്വപ്ന രൂപത്തിലായിക്കൊണ്ടിരിക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങളുടെ ജീവിതം ആരോടൊപ്പം വേണം, ഏത് സിറ്റുവേഷൻസിൽ വേണം, നിങ്ങൾക്ക് ഏത് പൊസിഷനിൽ ഉയരണം, നിങ്ങളെ ഈ ലോകം ഏത് രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യണം, ഇതെല്ലാം നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്തെടുക്കുക. നിങ്ങളിപ്പം ഒരു ഫൈറ്റിംഗ് സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കത്തിൻ്റെ ചുവടുവെപ്പിൻ്റെ സമയമാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് പല കാര്യങ്ങളും വന്നു ചേരും. പുതിയ പ്രോജക്റ്റ് വർക്കുകൾ ചെയ്യാനാണെങ്കിലും, എന്തെങ്കിലും കോൺട്രാക്റ്റൊക്കെ തുടങ്ങാനാണെങ്കിലും, പിന്നെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തൊക്കെ ആണെങ്കിലും ഒരു നല്ലൊരു തീരുമാനം, ബുദ്ധിപൂർവ്വമുള്ള തീരുമാനം എടുക്കേണ്ട സമയമാണ് എന്ന് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നുണ്ട്. അതായത് ബൗണ്ടറി ഇട്ട് നിൽക്കുന്ന ആ ഒരു പരിപാടി, അതായത് ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുന്ന പരിപാടി നിങ്ങൾ നിർത്തിക്കൊള്ളുക. നിങ്ങളൊരു കംഫർട്ട് സോണിൽ ഇരുന്ന് മറ്റുള്ളവർ കളിക്കുന്നത് കണ്ടിരിക്കാനുള്ള ഒരു പേഴ്സൺ അല്ല. നിങ്ങൾ കളത്തിലിറങ്ങി കളിക്കേണ്ട വ്യക്തികളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? പുറത്ത് കടക്കുക. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ ഫസ്റ്റ് ചുവട് വെക്കേണ്ട സമയമായി എന്നാണ് ഏഞ്ചൽസ്, ഡിവൈൻ ഒക്കെ നിങ്ങളോട് പറയുന്നത്. വളരെയധികം ആലോചിച്ച് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കത്തിൻ്റെ സമയമാണ്. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നൈനോസോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. രാത്രിയിലൊന്നും ഉറക്കമില്ലാത്ത കുറച്ച് ആളുകളുടെ എനർജി. ഒരിക്കലും നിങ്ങളെ ബാധിക്കാത്ത കുറേ പ്രശ്നങ്ങളെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളിൽ നിന്ന് കൈവിട്ടു പോകുമോ എന്നുള്ളൊരു ഭയമായിരിക്കാം ചില കാര്യങ്ങൾ. അതുപോലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതിന് നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാശിയുടെ ഫലമായിട്ടൊക്കെ അകന്ന് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആവാം. എന്താണെങ്കിലും ഡിപ്രഷൻ, ആൻസൈറ്റി എനർജിയുടെ അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് പാസ്റ്റിനെ കുറിച്ച് ഓർക്കുമ്പം ചെയ്ത തെറ്റും അല്ലെങ്കിൽ പറ്റിപ്പോയ മിസ്റ്റേക്കുകളും അല്ലെങ്കിൽ അശ്രദ്ധയും ഇതെല്ലാം നിങ്ങളെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട് കുറച്ച് ആളുകളുടെ എനർജിയിൽ. അവർക്ക് തന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ഐഡിയയുമില്ല, ഭയന്ന് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരു ഷെയറിങ് അല്ലെങ്കിൽ നല്ലൊരു ഗൈഡൻസിന് പറ്റിയൊരു പേഴ്സണെയോ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റാത്ത വിധം നിങ്ങൾ സ്വയം ഉരുകി നിൽക്കുന്നൊരു സിറ്റുവേഷൻസ്, ഭയവും
ആൻസൈറ്റിയും ഒക്കെ കണക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു പാഷൻ, നിങ്ങൾ വളരെയധികം സ്വപ്നം കണ്ടൊരു കാര്യം നിങ്ങൾ പ്രതീക്ഷിച്ചിടത്തോളം എത്തിച്ചേരുക, അല്ലെങ്കിൽ അത് ആ ഒരു രീതിയിൽ ഒരു സക്സസ്സിലേക്ക് എത്താതെ പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വളരെയധികം ആഗ്രഹിച്ചൊരു കാര്യമായിരിക്കാം. ഒരു പക്ഷേ ഒരു വിദേശ യാത്രയാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ സക്സസ്, ഒരു ഗോൾ ലക്ഷ്യമാക്കി ഒരു മാനിഫെസ്റ്റേഷൻ നടത്തിയ കാര്യമായിരിക്കാം. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങളിലേക്ക് അത് കണക്റ്റഡ് ആവാതെയോ നിങ്ങൾക്ക് വിധിയില്ലാതെയോ നിങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരും കേട്ടോ. ഈ ഒരു ഡിപ്രഷൻ, ആൻസൈറ്റിയിലൊക്കെ പോകുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ ഇച്ചിരി ചാരിറ്റി പ്രവർത്തനമൊക്കെ ചെയ്യണം കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യണം. ഇല്ലാത്തവർക്കൊന്ന് അവരെ ഒന്ന് സന്തോഷിപ്പിക്കുക. ഇല്ലാത്തവർക്കാണ് കേട്ടോ ചാരിറ്റി ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇപ്പം നമ്മൾക്ക് അയൽക്കത്ത് നല്ലവണ്ണം കഴിച്ച് കുടിച്ച് സൂയിച്ച് നടക്കുന്നവരെ വിളിച്ച് ആഹാരം കൊടുക്കുന്നതല്ല, ഇല്ലാത്തവർക്ക് കൊടുക്കുക. അർഹതയുള്ളവനെ നോക്കി ഒരു ഒരു ജസ്റ്റിസ് പോലെ, നീതി പോലെ ചില കാര്യങ്ങളൊന്ന് ചെയ്യുക എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ മാനസിക പിരിമുറുക്കത്തിൽ നിന്നും പ്രശ്നത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ അതൊരു ഉപകാരമായിരിക്കും കേട്ടോ. ലവേഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഭാര്യഭർത്തൃ ബന്ധത്തിലൊക്കെ ഒരു പൂർണ്ണതയിലേക്ക് വരുന്നുണ്ട്. ബൗണ്ടറി തീർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തികളെ നിങ്ങൾ പേടിക്കുന്നു. നിങ്ങൾക്കൊരു പക്ഷേ പഴയ പല കാര്യങ്ങളെയും ബേസ് ചെയ്തായിരിക്കാം നിങ്ങളുടെ ഉള്ളിലൊരു ടെൻഷനും പ്രോബ്ലംസൊക്കെ നിങ്ങൾ നേരിടുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. എന്താണെങ്കിലും ലവേഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു മ്യൂച്വൽ ഐക്യത്തോടു കൂടി, അണ്ടർസ്റ്റാൻഡോടു കൂടി ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ടൊരു പേഴ്സൻ്റെ എനർജി കണക്റ്റഡ് ആവുന്നുണ്ട്. അതൊരു മാര്യേജ് പോലെ ഒരു പാർട്ട്ണർ ആവാം, അതല്ലെങ്കിൽ നല്ലൊരു സൗഹൃദ വലയത്തിൽപ്പെട്ടൊരു വ്യക്തിയാവാം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു വ്യക്തിയുടെ കടന്നുവരവായിരിക്കാം. എന്താണെങ്കിലും നിങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റായി, നിങ്ങളുമായിട്ട് വളരെ ശക്തമായിട്ട് വഴക്കുണ്ടാക്കി നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ റീയൂണിയൻ എനർജിയും നമുക്ക് ആ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ സമയമാകുന്നു. ബന്ധങ്ങളിൽ വരുന്ന ഒരു ചേഞ്ചിങ്, നിങ്ങൾക്ക് അർഹമാകുന്ന സോൾ കണക്ഷൻസിൻ്റെ പ്രസൻസ് നിങ്ങൾക്കിനി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പാസ്റ്റിൽ ചില കാര്യങ്ങളൊക്കെ മറന്നിരുന്നത് ചില വ്യക്തികൾ ഓർത്തെടുക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെയും നിങ്ങൾ ചിലപ്പോൾ മറന്നുപോയ സിറ്റുവേഷൻസ് ഉണ്ട്. അത് വീണ്ടും നിങ്ങളൊന്ന് റിപ്പീറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു ഇത് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓൾറെഡി വിജയിച്ച് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ പാസ്റ്റിൽ നിന്ന് കൂടി ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി ഒന്ന് ഉയർത്താനായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ഇച്ചിരി ഏജ്ഡായ വ്യക്തികൾക്ക് പാസ്റ്റ് ലൈഫിൽ നിന്ന്, അതായത് ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിലെയോ മുൻകാലങ്ങളിലെയോ ഒരു ആഗ്രഹ സാഫല്യം, അതായത് ഒരിക്കൽ പ്രണയിച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടൊക്കെ പോയ വ്യക്തികളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു വിവാഹ യോഗത്തിൻ്റെ എനർജി, അതൊരു സെക്കൻഡ് ചാൻസ് പോലെയാണ് കേട്ടോ വരുന്നത്. ഒരു സെക്കൻഡ് മാര്യേജിൻ്റെ എനർജി പ്രസൻസ് അതിനുള്ള ഏജ് ഉള്ള വ്യക്തികളിലേക്കാണ് ഇത് കണക്റ്റഡ് ആയിരിക്കുന്നത്. 40 എബോവ് ഒക്കെ ആയ വ്യക്തികളിലാണ് ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് പോലെ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ വരവ് നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നു, നിങ്ങൾക്ക് കണക്റ്റഡ് ആകേണ്ടി വരുന്നു. അത് നിങ്ങളുടെ ഒരു ഓർമ്മയിലേക്ക്, നിങ്ങൾ പോലും മറന്നിരുന്ന കാര്യം ഓർമ്മയിലേക്ക് കണക്റ്റഡായി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കുറച്ച് സ്ട്രെസ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളെ തന്നെയാണ്. ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു, ഒന്നിലധികം കാര്യങ്ങൾ ചെയ്തിട്ട് പുരോഗതി വരാതെ തടസ്സപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഫാമിലിയിലൊക്കെ കുറ്റപ്പെടുത്തലുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ ഒരു റീബർത്ത് എനർജിയാണ് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു പോയിട്ട് അത് സാമ്പത്തികപരമായിട്ടോ മറ്റു രീതിയിലോ വ്യക്തികൾക്കിടയിലോ ഒക്കെ ശത്രുതയോ അല്ലെങ്കിൽ ഒറ്റപ്പെടലോ ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒന്നിലധികം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിട്ട് പ്രതിസന്ധി വന്ന് നിൽക്കുന്ന വ്യക്തികളുടെയാണ്. ഡെത്തായി എന്ന്, എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നും അവസാനിച്ചിട്ടില്ല. നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് ആണ്, പുതിയ തുടക്കമാണ്. കുറച്ചും കൂടി ഊർജ്ജസ്വലമായിട്ട് കാര്യങ്ങളെക്കുറിച്ച് ക്ലിയറായിട്ട് പഠിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ടാണ് കാണുന്നത്.
സിക്സ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വരുന്നുണ്ട്. തേർഡ് പാർട്ടി പ്രസൻസ് അവസാനിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ബന്ധത്തിൽ. ചില ആളുകളുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് നിങ്ങൾ വളരെയധികം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോടു കൂടി സ്നേഹത്തോടു കൂടി കടന്നു പോയിക്കൊണ്ടിരുന്ന ബന്ധത്തിൽ മറ്റൊരു സിറ്റുവേഷൻസ് കടന്നു വന്നിരുന്നു എങ്കിൽ അത് അവസാനിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ബാലൻസ് ലഭിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ബന്ധത്തിൽ തെറ്റുകളെ തിരുത്തപ്പെടുന്ന സിറ്റുവേഷൻസ്, നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത്. എംബറസ് എനർജിയാണ് പറയുന്നത് കേട്ടോ. നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. വളരെയധികം അനുഗ്രഹീതമാകുന്ന ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. നിങ്ങളൊരു പക്ഷേ ഇരയാക്കപ്പെട്ടു എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കോൺഫിഡൻസ് നെഗറ്റീവ് തോട്ട്സിലൊക്കെ നിങ്ങൾ നിന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും എനിക്കിതിനകത്ത് പറയാൻ സാധിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ തിരിച്ചു വരവ് റീയൂണിയൻ എനർജി കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഏസ് ഓഫ് ഫണ്ട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് ആളുകളുടെ കരിയർ പാതയിലുള്ള ബ്ലോക്കേജുകൾ അവസാനിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം, പുത്തൻ സിറ്റുവേഷൻ, ഒരു പുത്തൻ യുഗം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് വീഴ്ചകൾ പറ്റിയത്, എവിടെയൊക്കെയാണോ നിങ്ങൾ താഴ്ത്തപ്പെട്ടത്, അപമാനിക്കപ്പെട്ടത്, അവിടെ നിന്നെല്ലാം നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലഘട്ടമാണ് ഇനി വരുന്നത്. നിങ്ങളിലേക്ക് പല ബന്ധങ്ങളും കടന്നു വരും. ഇനി നിങ്ങളുടെ ഒരു സക്സസ്, വിജയം, പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും കണക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ എക്സ്പീരിയൻസ്, പാസ്റ്റിലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് മാത്രമേ ഏത് ബന്ധത്തെയും നിങ്ങൾ സ്വീകരിക്കാവുള്ളൂ. റിജക്റ്റ് ചെയ്യേണ്ടതിന് റിജക്റ്റ് ചെയ്യുക തന്നെ ചെയ്യണം. അതുപോലെ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു എനർജി ഒരു ബൗണ്ടറിയൊക്കെ ഇട്ട് നിൽക്കുന്ന, അതായത് കോൺഫ്ലിക്റ്റുകളെ ഉണ്ടാവാതെ, ആരുമായിട്ടൊരു പ്രശ്നത്തിനും പോകാൻ താല്പര്യമില്ലാതെ നിങ്ങളിലേക്ക് ഫൈറ്റിംഗ് ആയിട്ട് വരുന്ന വ്യക്തികളിൽ നിന്നെല്ലാം നിങ്ങളൊന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. ഒരു ടോക്സിക് സിറ്റുവേഷൻസിനെയൊക്കെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ബൗണ്ടറി ഇട്ട് ഹാൻഡിൽ ചെയ്യുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. പക്ഷേ അത് വളരെ നല്ലൊരു പോസിറ്റീവാണ് കേട്ടോ. നിങ്ങൾക്ക് ഇമോഷൻസ് ഉണ്ടെങ്കിലും അതെല്ലാം ഹൈഡ് ചെയ്ത് നിങ്ങളിലേക്കൊന്ന് കോൺസെൻട്രേഷൻ ചെയ്ത് നിങ്ങൾക്കൊരു വാല്യൂ എന്ന് പറയുന്ന ഒരു കാര്യം കൊടുക്കുന്നതാണ്. അത് പോസിറ്റീവായിട്ട് തന്നെയാണ്. നമ്മൾ കുറച്ചൊക്കെ ബൗണ്ടറി ഇട്ട് കുറച്ചൊക്കെ ക്ഷമയോടുകൂടി നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കുമ്പം തന്നെ പല പ്രശ്നങ്ങളും നമ്മളിൽ നിന്നും വിട്ടുപോയിക്കോളും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട് കേട്ടോ, നീതി ലഭിക്കുന്നുണ്ട്. ട്രാവലിംഗ് എനർജിയൊക്കെ ഉള്ളവർക്ക് അത് വരുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായിട്ട് ഷെയറായിട്ട് ഒരുമിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ബന്ധങ്ങളിലൊക്കെ ഒരു പോസിറ്റിവിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ലൊരു സക്സസ് കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക്, വിദേശ യാത്രയ്ക്ക് പോകാനിരിക്കുന്നവർക്ക്, ഡ്രൈവിംഗ് ജോലിയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഒരു മാറ്റം, ജീവിതത്തിലൊരു മാറ്റം വരുന്നുണ്ട്. പിന്നെ ടോട്ടലി ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ഇച്ചിരി മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണേണ്ടി വരുന്ന, ഒരു ബൗണ്ടറിയൊക്കെ ഇട്ട് നിൽക്കേണ്ടി വരുന്നത്, കുറച്ച് സ്ട്രോങ് ആയിട്ട് ചില ഇടങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ സംസാരിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും നിങ്ങളെ ബാധിക്കുന്നതല്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വേണ്ടതാണ്, അതൊരു അഡ്വൈസ് തന്നെയാണ് കേട്ടോ. നിങ്ങളെ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളോടുള്ള ഒരു റെസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നോ നീഡ് ടു വെറി എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. നോ നീഡ് ടു വെറി. നിങ്ങൾ സാമ്പത്തികപരമാകുന്ന എന്തെങ്കിലും കാര്യത്തെ ബേസ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി, പുതിയ ചില ബന്ധങ്ങൾ, പുതിയ തുടക്കങ്ങൾ, പുതിയ പ്രോജക്റ്റ് വർക്കുകൾ, ലീഗൽ പരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ച് ഇന്നൊരു സ്റ്റാർട്ടിങ് നടക്കുന്നുണ്ടെങ്കിൽ, പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ക്ലിയർലിയാണ് കേട്ടോ. വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞ് തന്നെ മുന്നോട്ട് പോകണം. ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്ന് ഏഞ്ചൽസ് പറയുന്നുണ്ട്. അതായത് ഒരു മെച്യൂരിറ്റിയോട് കൂടി കാര്യങ്ങളെ കാണണം, പക്വത വേണം കേട്ടോ. അതായത് കുട്ടിക്കളിയൊക്കെ മാറ്റി വെക്കേണ്ട സമയമായി. കുറച്ച് മെച്യൂരിറ്റിയോട് കൂടി തന്നെ നിങ്ങൾ കാര്യങ്ങളെ കാണണം. അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോകണം കേട്ടോ. ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ്, ഒരു വലിയ ചേഞ്ചസിന് നിങ്ങളിനി അർഹമാകാൻ പോകുന്നത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചീറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ഹാർട്ട് ബ്രോക്കൺ എനർജിയിലാണ്, ഇമോഷണൽ പെയിനിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ
നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരു മരിക്കാൻ പോലും തോന്നിക്കുന്ന ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, കൺഫ്യൂഷനോടുകൂടി പകച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു ഇമോഷണൽ ചീറ്റിങ് ലഭിച്ചു നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ, പ്രതീക്ഷിച്ച പല ഇടങ്ങളിൽ നിന്നും നിങ്ങൾ അപമാനിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ്, ഒരു വലിയ മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ, നിങ്ങളെ എവിടേക്കാണോ നിങ്ങൾ താഴ്ത്തപ്പെട്ടത് അവിടെയെല്ലാം നിങ്ങൾ ഉയർത്തപ്പെടാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തന്നിരിക്കുന്നത്.